എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് ഒരു 2-3 വെറൈറ്റി ചട്നികൾ തരാറുണ്ട്. അതിലൊരു ചട്നി തേങ്ങാ ചട്നി ആയിരിക്കും, പിന്നെ ടൊമാറ്റോ ചട്നി ഉണ്ടാവും, പിന്നെ ഒരു യെല്ലോയിഷ് കളർ, ചില റെസ്റ്റോറൻറ്റിലേക്ക് ഒരു ഓറഞ്ച് കളറിൽ ഇരിക്കുന്ന ഒരു ചട്നിയും കൂടെ കിട്ടാറുണ്ട്. ആ ചട്നി മത്തങ്ങ വെച്ചിട്ടുണ്ടാക്കുന്ന ചട്നിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പംകിൻ ചട്നിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ മത്തങ്ങ അരിഞ്ഞത് 1 കപ്പ് മത്തങ്ങ അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് വേണ്ടത് ഉണക്കമുളകാണ്, 2 എണ്ണം മതി. നല്ല എരിവ് വേണമെങ്കിൽ 4 മുളക് എടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്ന്, 1 ടീസ്പൂൺ പൊട്ടുകടല. പൊട്ടുകടല ഉണ്ടെങ്കിലും മതി, ഓപ്ഷനിലാണ്. പിന്നീട് വേണ്ടത് തേങ്ങ, 1/4 കപ്പ് തേങ്ങാപ്പീര, സവാള, ഒരു വലിയ സവാള ആണെങ്കിൽ ഒരു ചെറിയൊരു കുറച്ച് മതി, ഒരു പകുതി മതി. ടൊമാറ്റോ, ഒരു പകുതി ടൊമാറ്റോ. ഇപ്പോൾ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കണം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം നമ്മൾ എടുത്തു വെച്ച പരിപ്പുകൾ ആദ്യം ഇട്ടിട്ട് ഒന്ന് ചൂടാക്കണം. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് നല്ലതുപോലെ മൂക്കണം. നല്ലതുപോലെ മൂത്ത് മണം വന്നു കഴിഞ്ഞ ശേഷം നമുക്ക് അതിലേക്ക് തേങ്ങ ചേർക്കണം. അപ്പോൾ അതിലേക്ക് തേങ്ങയും കൂടെ ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യുക. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ഇപ്പോൾ മുളകൊക്കെ നല്ലതുപോലെ മൂത്ത് മണം വന്നിട്ടുണ്ട്. നമുക്കത് മിക്സിയിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം. ആദ്യം അതൊന്ന് പൊടിച്ചെടുക്കണം. ആ സെയിം പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം സവാള ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കണം. പിന്നീട് ടൊമാറ്റോ ചേർക്കാം. ടൊമാറ്റോ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കുക. അതിനുശേഷം നമുക്ക് കഴുകി വെച്ച മത്തങ്ങ ചേർക്കാം അതിലേക്ക്. ഒരു മിനിറ്റ് എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. മത്തങ്ങ വേവുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിക്കണം. 1 കപ്പൊക്കെ വെള്ളം ഒഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ മത്തങ്ങ വേവുന്നതിന് ആ സമയം കൊണ്ട് നമ്മൾ ആ വറുത്ത് വെച്ച തേങ്ങയും പരിപ്പും മുളകൊക്കെ കൂടെ നല്ലതുപോലെ പൊടിച്ച് വയ്ക്കണം. ചെറിയ ചൂടോടുകൂടി തന്നെ പൊടിക്കണം. അപ്പോൾ അത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മത്തങ്ങ നല്ലതുപോലെ വെന്തിട്ടുണ്ട്, വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചെറിയൊരു കഷ്ണം വാളംപുളി ചേർക്കുകയാണ്. വളരെ ചെറിയൊരു കഷ്ണമാണ്. വാളംപുളിയും കൂടി ചേർത്തിട്ട് ആ ചൂടിൽ മത്തങ്ങയുടെ ചൂടും കൊണ്ട് ആ വാളംപുളി നല്ലതുപോലെ നലിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒന്ന് മൂടി ഒരു മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് വയ്ക്കുക. ഇപ്പോൾ മത്തങ്ങയുടെ ചൂട് കുറച്ചൊന്ന് കുറയുമ്പോൾ നമുക്ക് ആദ്യം അരച്ച് വെച്ച തേങ്ങയും പരിപ്പിൻ്റെ കൂട്ടിലിട്ടിട്ട് ഒന്നും കൂടി നല്ലതുപോലെ അരച്ചെടുക്കണം. ചെറിയ ചൂടോടുകൂടി തന്നെ അരയ്ക്കുക. അപ്പോഴാണ് ആ തേങ്ങയും പരിപ്പും എല്ലാം ഈ മത്തങ്ങയുടെ കൂടെ നല്ലതുപോലെ നമുക്ക് അരഞ്ഞ് കിട്ടുകയുള്ളൂ. വാളംപുളിയൊക്കെ നല്ലതുപോലെ അരിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കത് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തിട്ട് അതിലേക്ക് ഞാൻ 1 നുള്ള് കായപ്പൊടി ചേർക്കുകയാണ്. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. മത്തങ്ങയിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അത് കാരണം ഞാനിപ്പോൾ ഇതിൽ ഇടുന്നില്ല. നോക്കിയിട്ട് ചേർത്തിട്ട് ഒന്നും കൂടി അരച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ മത്തങ്ങ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നിയാണ്. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിക്കണം.
ഒരു 1/4 ടീസ്പൂണൊക്കെ കടുക് പൊട്ടിച്ച ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കത് മത്തങ്ങയുടെ ചട്നിയുടെ മുകളിലേക്ക് ഒഴിക്കാം.